Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, എനിക്കറിയാം എൻ്റെ സ്റ്റുഡൻസ് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. നമ്മളുടെ എക്സാം വരുന്നത് January 9th 2022 ആണ്. ആ ഒരു ഡേറ്റ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്തിട്ട് എനിക്ക് ഒരു മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും സക്സസ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഏതൊരു എക്സാമിന് എപ്പോഴും ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സിലബസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സെറ്റിൻ്റെ കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ സിലബസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്ക് ആ ഒരു സിലബസിനെ ഫോക്കസ് ചെയ്ത് ഏറ്റവും കൂടുതൽ എക്സാമിനേഴ്സ് ചോദിച്ചു കണ്ടിരിക്കുന്ന പോർഷൻസിൽ നിന്ന് നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. വിത്തൗട്ട് ഫെർദർ ഡിലേ ഐ എം ഗോയിങ് സ്ട്രെയിറ്റ് ടു ദ സിലബസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ള ഫസ്റ്റ് മെയിൻ സെഷനാണ്. ആ ഫസ്റ്റ് മെയിൻ സെഷനിൽ നമുക്ക് 5 സബ് ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റിൽ നമുക്ക് കുട്ടി വേറെ സബ് സെക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്, നെക്സ്റ്റ് വൺ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, നെക്സ്റ്റ് വൺ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ദെൻ ലാസ്റ്റ് പോയിൻ്റ് അതിൽ വരുന്നത് ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ മാനേജ്മെൻറ്റ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സബ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ വരുന്നത് പോർട്ട് സ്കോപ്പാണ്. ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോർട്ട് സ്കോപ്പ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്ന നമ്മളുടെ പോർട്ട് സ്കോപ്പ് അല്ലേ. സോ അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ, അത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നിന്ന് കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ വരുന്ന കുറച്ച് സബ് പോയിൻറ്റ്സ് ഞാൻ പറയാം. ബേസിക് കോൺസെപ്റ്റ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, തിയറീസ്, പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, പിന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഈ എല്ലാ സെക്ഷനെ പറ്റി നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എൻ്റെ സ്റ്റുഡൻസ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഈ മന്തിനുള്ളിൽ എല്ലാ പോർഷൻസും ഒന്ന് കവർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഒരു റൗണ്ട് ഓഫ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് സെഷൻ വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. കോൺസെപ്റ്റ്സ് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മേക്കിംഗ്, പിന്നെ മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും എടുത്തു തരുന്നതാണ്. ഇനി ഫിഫ്ത്ത് സെഷൻ, ദ ഫൈനൽ സെഷൻ ഓഫ് ദ ഫസ്റ്റ് സെഷനിൽ വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. അതിൽ വരുന്നത് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ, സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റം, പിന്നെ മൈക്കിൾ പോർട്ടേഴ്സിൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ്. സോ ഇതോടുകൂടി നമ്മളുടെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് സെഷൻ, നെക്സ്റ്റ് മെയിൻ സെഷൻ, അത് ബിസിനസ് എൻവയൺമെൻറ്റ് പോളിസി ആൻഡ് MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചില്ലെങ്കിൽ കൂടി നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി, ഒന്ന് അത് ഇംഗ്ലീഷ് ഒന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആൻസറിലേക്ക് വരാം എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ പ്രത്യേകത. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും എക്സാമിനേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് എത്ര സെക്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയും 5 സെക്ഷൻ തന്നെയാണുള്ളത്. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് മാക്രോ ആൻഡ് മൈക്രോ എൻവയൺമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഞാൻ ഇതിനെപ്പറ്റി ബേസ് ചെയ്തൊരു ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു മാക്രോ എൻവയൺമെൻറ്റിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പെസ്റ്റൽ ഉണ്ട്. പെസ്റ്റൽ നമ്മളുടെ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് പെസ്റ്റൽ. പിന്നെ കൾച്ചറൽ ആൻഡ്
ട്രേഡ് എൻവയൺമെൻറ്റ്, ഇതെല്ലാമാണ് മാക്രോ മൈക്രോ എൻവയൺമെൻറ്റിൽ വരുന്ന പോയിൻറ്റ്സ്. ഇനി നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനറലായിട്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡബിൾ ആണ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സെക്ഷനാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇതിൽ വരുന്നത് എക്കോണമി സിസ്റ്റം, ദെൻ ഗ്രോത്ത് പാറ്റേൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് പാറ്റേൺ എന്താണെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. പിന്നെ നമ്മൾ എക്കണോമിക്സിൽ +1 +2 കൊമേഴ്സുകാരായവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും GDP, പെർ ക്യാപിറ്റ ഇൻകം, എക്കണോമിക് പ്ലാനിങ്, പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ എക്കോണമി ആൻഡ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, റീജിയണൽ ഇംബാലൻസ്, ഇതെല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ +1 +2 കാലഘട്ടത്തിൽ കൊമേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ ടോപ്പിക്സാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷൻ വരുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെഷൻ, ദാറ്റ് ഇസ് ഗവൺമെൻറ് ആൻഡ് ബിസിനസ്. ഇതിൽ WTOനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വേൾഡ് ബാങ്ക്, FDI, ഫോംസ് ഓഫ് ട്രേഡ്, കോപ്പറേഷൻ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റം യൂണിയൻ, എക്കണോമിക് യൂണിയൻ ആൻഡ് കോമൺ മാർക്കറ്റ്. ഇതെല്ലാത്തിനെ പറ്റി ഒരു ബ്രീഫ് പിക്ചർ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷൻ വരുന്നത് പോളിസികളെ പറ്റിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, എക്സിം പോളിസി എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയാണ്. ഓക്കെ, ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് PPP പോളിസി. ഓക്കെ, ഇനി ലാസ്റ്റ് ഫൈനൽ സെഷൻ വരുന്നത് MIS, അതായത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ബേസിക് കോൺസെപ്റ്റ്സ്. ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിസ്റ്റം കോൺസെപ്റ്റ്സ്, ഡേറ്റ പ്രോസസ്സിംഗ് കോൺസെപ്റ്റ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇതിൽ വരുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മളുടെ തേർഡ് മെയിൻ സെഷനിലേക്കാണ്. അത് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേഷൻ അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ്, അക്കൗണ്ടിംഗ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ഈ അക്കൗണ്ടിംഗ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ വിട്ടിട്ട് ബാലൻസ് ഉള്ള പോർഷനിലേക്ക് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ദ തേർഡ് സെഷൻ വരുന്നത് കമ്പനി അക്കൗണ്ട്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഷെയർസ്. എനിക്കറിയാം എൻ്റെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഈ ഇഷ്യൂസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം വെറുക്കപ്പെട്ട ഏരിയയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ് എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് എന്തായാലും പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഈ ഒരു ക്ലാസ്, ഈ ഇഷ്യൂസ് ഓഫ് ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടും. നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ വളരെയധികം ഫേവറേറ്റ് ആയിട്ട് തോന്നും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഇനി ഫോർത്ത് സെഷൻ വരുന്നത് company amalgamation, absorption and reconstruction. Very simple topic. I'll be discussing that also. It will be very easy portion if you are studying these amalgamation, absorption and reconstruction. ഇത് compare ചെയ്ത് പഠിക്കുമ്പോൾ it will be very easy. Okay, moving to the fourth session, അത് QT and research methodsനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് വരുന്ന സബ്സെക്ഷൻ വരുന്നത് ബിസിനസ് റിസർച്ച് ആൻഡ് ഇമ്പോർട്ടൻസ്, ടൈപ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഇൻ റിസർച്ച് ആൻഡ് റിസർച്ച് ഡിസൈൻ. നൗ മൂവിങ് ടു ദ സെക്കൻഡ് സെക്ഷൻ, അതിൽ വരുന്നത് പ്രോബ്ലം ഫോർമുലേഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, സാമ്പിൾ സൈസ് ഡിസിഷൻ, സ്കെയിൽ ഇൻ ടെക്നിക്, ഡേറ്റ കളക്ഷൻ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ ആൻഡ് സാമ്പിളിംഗ് ഡിസൈൻസ്. ഇനി തേർഡ് സെക്ഷനിൽ വരുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, അതിൻ്റെ ടൂൾസ്, പ്രോബബിലിറ്റി ആൻഡ് തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഫോർത്ത് സെഷനിൽ വരുന്നത് OR, കോൺസെപ്റ്റ്സ് ആൻഡ് ഇറ്റ്സ് യൂസസ് ഇൻ ബിസിനസ്. OR എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ചസ് ആണ് കേട്ടോ. ഇനി ഫിഫ്ത്ത് സെഷനിൽ വരുന്നത് LP, ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, അസൈൻമെൻറ്റ് പ്രോബ്ലംസ്, നെറ്റ്വർക്ക് അനാലിസിസ്, CPM, PERT ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി. ഈ ലാസ്റ്റ് പറഞ്ഞ സെഷനാണ് കൂടുതലും ഈ QTയിൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ റിസർച്ചിൻ്റെ പോർഷൻസിൽ നിന്നും കൂടുതലധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഫിഫ്ത്ത് സെഷൻ FM ആൻഡ് മാർക്കറ്റിംഗ്.
ആ എഫ് എമ്മിൽ വരുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് എഫ് എം, ഗോൾസ് ഓഫ് എഫ് എം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആട്ടോ. ആൻഡ് റോൾ ഓഫ് ഫിനാൻസ് മാനേജർ, ട്രഡീഷൻ വേഴ്സസ് മോഡേൺ ഗോൾ, സ്കോപ്പ് ഓഫ് എഫ് എം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇനി സെക്കൻഡ് സെക്ഷൻ വരുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ക്യാഷ് ഫ്ലോ എസ്റ്റിമേഷൻ, time value of money, incorporation of risk in project evaluation, then method of project evaluation, traditional and modern methods. തേർഡ് സെക്ഷനിൽ വരുന്നത് ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്, നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫോർത്ത് സബ്സെക്ഷനിൽ വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പോളിസി, ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വാല്യൂ ഓഫ് ഫേം ആൻഡ് ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് തിയറീസ്, കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഫിഫ്ത്ത് സെഷനിൽ വരുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്, നീഡ്, വാണ്ട്, ഡിമാൻഡ്, വാല്യൂ, സാറ്റിസ്ഫാക്ഷൻ, marketing concepts, marketing planning, implementation and control system, and the last final session is marketing mix. എൻ്റെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മളുടെ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 25 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ആ 25 വീഡിയോസും മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം ഞാൻ ഈ സിലബസിൽ മെൻഷൻ ചെയ്യുന്ന കുറേ അധികം ടോപ്പിക്സ് ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് 25 വീഡിയോസ് ഉണ്ട് കൊമേഴ്സിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിൽ. ആ 25 വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഇപ്രാവശ്യത്തെ കേരള സെറ്റ് 2022 എക്സാമിന് നിങ്ങൾ പാസ്സാവണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, മൂവിങ് ടു ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സെഷൻ, അത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അതിലും 5 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സബ് സെക്ഷനിൽ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. അതിൽ എലമെൻറ്റ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സിനെ പറ്റിയിട്ട്, ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബൈ പ്രോഡക്ട്സ്, ജോയിൻറ്റ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ്, ഇതിനെ പറ്റിയെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, മെത്തേഡ്സ്, ടെക്നിക്സ്, വാല്യൂ എഞ്ചിനീയറിംഗ്, ഇതെല്ലാമാണ് സെക്കൻഡ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് സെക്ഷനിൽ വരുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കോസ്റ്റ് അക്കൗണ്ട് വേഴ്സസ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്. ഫോർത്ത് സെക്ഷനിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, FFS, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും. അത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഈ റേഷ്യോ അനാലിസിസിൻ്റെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് കവർ ചെയ്ത ഒരു വീഡിയോ ഞാൻ ഈ കൊമേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുലാസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ആ ഫോർമുലാസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 100% നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് കവേർഡ് ഓൾ ദ ഫോർമുലസ്. അതിലൊരു ഫോർമുല പോലും സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്ത ആ ഒരു ഫോർമുല ബേസ് ചെയ്തായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫോർമുലാസ്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ഫോർമുലാസും ബൈ ഹാർട്ട് ചെയ്യുക. എപ്പോഴും ഈ കൊമേഴ്സിൻ്റെ സബ്ജക്റ്റ് പേപ്പർ 2 നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ആ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു സ്റ്റഡി ടേബിളിൽ അല്ലെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ അടുത്ത് തന്നെയായിട്ട് ആ പേപ്പർ, ഒരു ചാർട്ട് പേപ്പറിൽ ഈ പറഞ്ഞ ഫോർമുലാസ് എഴുതി സ്റ്റിക്ക് ഔട്ട് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു മന്തെങ്കിലും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ആ ഒരു ചാർട്ട് കാണുന്നതുകൊണ്ട് നിങ്ങളുടെ ആ മൈൻഡിലേക്ക് ഈ പറഞ്ഞ ഫോർമുലാസ് റീകോൾ ചെയ്തുകൊണ്ടിരുന്നോളും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സെഷൻ പറയുന്നത് MC ആണ്. ദാറ്റ് ഇസ് മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ സെറ്റിൻ്റെ സിലബസ്, കേരള സെറ്റിൻ്റെ സിലബസിനുള്ള പോർഷൻസ്. ഇതിൽ നിന്നായിരിക്കും ഞാൻ കുറേ അധികം ടോപ്പിക്സ് ഇനി ഉള്ള വീഡിയോസിൽ കവർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും പോകുന്നത്. ഡെയിലി ഞാനൊരു 2-3 വീഡിയോസ്
കൊമേഴ്സിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഐ ക്യാൻ ഡു. Okay, so with this note, we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.